നമ്മുടെ ഭരണഘടനാ ശില്പിയായി തന്നെ പരിഗണിക്കപ്പെടുന്ന ഡോക്ടർ അംബേദ്കർ പറയുകയുണ്ടായി, ജനാധിപത്യം ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലിറ്റ്മസ് ടെസ്റ്റ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ജീവിതം, അവരുടെ സമീപനം എങ്ങനെയാണ് എന്നതാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചുള്ള വളരെ ഗൗരവമായ പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ സാഹചര്യം ഉയർത്തിയിട്ടുള്ളത്. നേരത്തെ ക്രിസ്മസ് കേക്കുമായി വീടുകളിലേക്ക് ചെന്ന ആളുകൾ ഇപ്പോൾ കരോള് കണ്ടാൽ തന്നെ അതിനെ എങ്ങനെയായിരിക്കണം എന്ന് മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് ആക്രമിക്കുന്ന രീതി നമ്മുടെ നാട്ടിലേക്ക് വരെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ ഭരണഘടനയ്ക്കും മതനിരപേക്ഷതയ്ക്കും നേരെയുള്ള ഒരു വെല്ലുവിളിയായി തന്നെ കാണണം. ഇത് ക്രിസ്തുമത വിശ്വാസികൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരു വിഷയം എന്നതിനപ്പുറത്തേക്ക് ഓരോ വിഭാഗം ആളുകൾക്കും അവരവരുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം എന്ന ഭരണഘടനാപരമായ തത്വത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ്. അതിനെതിരെ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി തന്നെ നിലപാട് സ്വീകരിക്കണം. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ പൊതുവായി ഈ കാര്യങ്ങൾ വിലയിരുത്താനായിട്ട് അതുമായി ബന്ധപ്പെട്ട ആളുകളും തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഫ്യൂസ് ഊരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ ആവശ്യമായിട്ട് ഇന്നലെ തന്നെ അത് ഇടപെട്ടിരുന്നു. ഇന്നലെ യഥാർത്ഥത്തിൽ ഫീസ് ഊരുന്ന ആ ഘട്ടത്തിലാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ പോരാൻ ഇങ്ങോട്ട് ട്രെയിനിലേക്ക് കയറാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റ് എന്നെ കാണാൻ വന്നിരുന്നത്. അപ്പോൾ തന്നെ വൈദ്യുതി മന്ത്രിയുമായി ബന്ധപ്പെട്ടു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി കണക്ഷൻ പുനഃസ്ഥാപിച്ചു. ഒരു ഭാഗം അത് കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനമെടുത്തു. യഥാർത്ഥത്തിൽ യൂണിയൻ ഗവൺമെൻറ് വളരെ തെറ്റായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. HMT ഒരു കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായശാലയായിരുന്നു. ഈ കളമശ്ശേരിയുടെ തന്നെ സമ്പദ്ഘടനയെ, ഇതിൻ്റെ ഇവിടുത്തെ ജീവിത രീതികളെ എല്ലാം തന്നെ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച സ്ഥാപനമാണ് HMT എന്നുള്ളത്. HMT ഇപ്പോൾ വല്ലാതെ തകർച്ചയിലേക്ക് എത്തുന്നു. ഒരു തരത്തിലുള്ള സാമ്പത്തികമായി പിന്തുണയും നൽകുന്നില്ല. യൂണിയൻ മന്ത്രി ഇവിടെ വന്ന ശ്രീ കുമാരസ്വാമി വന്ന ഘട്ടത്തിൽ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതൊന്നും നടപ്പിലാക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നില്ല. അല്ല, നമ്മൾ നേരത്തെ തന്നെ യൂണിയൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. HMTയുടെ ബാക്കി ഭൂമി യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതാണെന്നാണ് ഒടുവിലത്തെ ഹൈക്കോടതി വിധി. വ്യവസായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാത്ത ഭൂമി, ആ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ HMT അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ HMT CMD അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തുകയുണ്ടായി. ആ ചർച്ചയ്ക്ക് ശേഷം ഗവൺമെൻറ് തന്നെ പറഞ്ഞു, നമുക്കൊരു ധാരണയിലെത്താം, നിങ്ങൾക്ക് എത്ര ലാൻഡ് ആവശ്യമുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയിൽ മുമ്പിൽ നിൽക്കുകയാണെങ്കിലും ഒരു ധാരണയിലേക്ക് എത്തുന്നതിനാവശ്യമായ നിർദ്ദേശം ഞങ്ങൾ അദ്ദേഹത്തിന് മുൻപിൽ വച്ചിരുന്നു. അതിനുശേഷം ഒരു സെക്രട്ടറി തല യോഗവും പിന്നീട് CMD ആയിട്ടുള്ള അടുത്ത യോഗത്തിനെയും തീയതി ഉൾപ്പെടെ നിശ്ചയിച്ചിട്ടാണ് ആ യോഗം പിരിഞ്ഞതെങ്കിലും അതിനൊന്നും അനുകൂലമായ പ്രതികരണം HMTയുടെ CMDയുടെയും ഉയർന്ന മാനേജ്മെൻറ്റിൻ്റെയും ഭാഗത്തുണ്ടായിട്ടില്ല. അപ്പോൾ അത്തരം സമീപനം തിരുത്താനായിട്ട് അവർ ശ്രമിക്കേണ്ടതുണ്ട്. അല്ല, അത് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അസിസ്റ്റൻസ് കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിനകത്ത് ഇതെല്ലാം വിടും, ഈ വർക്കിംഗ് ക്യാപിറ്റൽ അസിസ്റ്റൻസിൽ. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ആ ഭാരം സംസ്ഥാന ഗവൺമെൻറ് കുറയും. എന്നാൽ കേന്ദ്രത്തിൻ്റെ സ്ഥാപനം നമുക്ക് കേന്ദ്രം പണം തരുന്നുമില്ല, വായ്പ വാങ്ങിക്കാൻ അനുവദിക്കുന്നുമില്ല, സാമ്പത്തികമായിട്ട് ഞെരുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പിന്നെ ആ സ്ഥാപനത്തിന് ഞങ്ങൾ തന്നെ വർക്കിംഗ് ക്യാപിറ്റലിന് കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിന് വിട്ടു തന്നാൽ ആ കാര്യത്തിന് നമുക്ക് തീരുമാനമെടുക്കാം. സംസ്ഥാന ഗവൺമെൻറ്റിന് HMT വിട്ടു തരികയാണെങ്കിൽ അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങളിൽ എങ്ങനെയാണെന്നുള്ളത് ആ സന്ദർഭത്തിൽ ആലോചിക്കാവുന്നതാണ്. എല്ലാ വർഷവും ആലോചിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഇപ്പോൾ ക്യാബിനറ്റുള്ള ദിവസമാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ ധനകാര്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോയി കേന്ദ്ര ധനകാര്യമന്ത്രിയും അവിടുത്തെ ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ന്യായമായി നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ ഇന്നലെ ബഹുമാനായ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ആ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സാമ്പത്തികമായി ഞെരുക്കുക എന്ന രീതി തുടർച്ചയായിട്ട് സ്വീകരിക്കുന്നുണ്ട്. ഈ അന്തർധാര എങ്ങനെയാണല്ലോ, അന്തർധാര ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ആ ഗവൺമെൻറ്റിനെ ഞെരുക്കുക എന്നതാണ് അതിൻ്റെ ചിലർ പ്രചരിപ്പിക്കാറുണ്ടല്ലോ, കേന്ദ്രവും കേരളവും തമ്മിൽ. അപ്പോൾ തുടക്കം മുതൽ തന്നെ ഈ ഞെരുക്കുന്ന രീതിയാണ്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെ
അതിനെ ദുർബലമാക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായിട്ടുള്ള അധികാരത്തെ വിനിയോഗിക്കാനാണ് യൂണിയൻ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അപ്പം അതിനെതിരെ എല്ലാ തരത്തിലുള്ള മുന്നേറ്റങ്ങളും ആവശ്യമായിട്ട് വരും. ജനങ്ങളെ ആകെ അണിനിരത്തേണ്ടി വരും. നിയമപരമായി ഞങ്ങൾ നേരത്തെ തന്നെ 131 പ്രകാരം കോടതിയിൽ പോയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും എല്ലാ വശങ്ങളും സർക്കാർ ആലോചിക്കും. അല്ല, സംസ്ഥാനത്ത് ഇപ്പം തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നവർ കൊടുക്കുന്നുണ്ട്. എന്നാൽ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് ഇല്ലാത്തതാണ്, നിയമത്തിൻ്റെ പിൻബലത്തിലല്ല. ഇത് സംബന്ധിച്ച് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ട്. അത് കോടതികളും അംഗീകരിച്ചിട്ടുണ്ട്. അതിനെ കുറേ കൂടി വിപുലമാക്കാൻ പല കോടതി വിധികളും സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരാൾ ഇവിടെ ജനിക്കുകയും ജീവിക്കുകയും ചെയ്തു എന്നതിനെ സംബന്ധിച്ച് ഒരു രേഖ കണ്ടെത്താനായിട്ട് പലപ്പോഴും നിലവിലുള്ളത് പലതും പര്യാപ്തമല്ലാതായി വരുന്നു. നിങ്ങളിപ്പോൾ SIR കണ്ടില്ലേ, നിങ്ങളുടെ മുത്തച്ഛന് വോട്ടുണ്ടോ എന്നത് ഉൾപ്പെടെ പണ്ട് അമേരിക്കൻ ഭരണത്തിൽ അങ്ങനെ വകുപ്പുണ്ടായിരുന്നു, ഗ്രാൻഡ് ഫാദേഴ്സ് ക്ലോസ്. അടിമകൾക്ക് വോട്ടവകാശം നൽകിയപ്പോൾ, പൗരത്വം നൽകിയപ്പോൾ വോട്ട് ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞു ഗ്രാൻഡ് ഫാദറിന് വോട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വോട്ടുള്ളൂ. അപ്പോൾ അവർക്ക് അപ്പോഴേ പൗരത്വം കൊടുത്തുള്ളൂ ഭരണഘടനയിൽ. സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ആശങ്ക എല്ലാ വിഭാഗം ആളുകളിലും വരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടുകൂടിയാണ് നിലവിലുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഒരു നേറ്റിവിറ്റി കാർഡ്, അവന് ആവശ്യമായിട്ടൊരു നിയമം വേണ്ടി വരും. നിയമം റവന്യൂ വകുപ്പും നിയമവകുപ്പും കൂടി ആലോചിച്ച് തയ്യാറാക്കാനാണ് ഇന്നലെ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നിയമത്തിൻ്റെ പിൻബലത്തോടു കൂടിയുള്ള ഒരു നേറ്റിവിറ്റി കാർഡ് വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ ഈ കേരളത്തിൽ ജനിച്ച ഒരാൾ, ജീവിക്കുന്ന ഒരാൾ, കേരളീയൻ എന്നതിൻ്റെ ഒരു നിയമപ്രകാരമുള്ള സാക്ഷ്യപത്രമായി മാറും. അപ്പോൾ കേരളം ഇന്ത്യയിലായതുകൊണ്ട് കേരളത്തിൽ ഒരു കേരളീയനാണ് എന്ന് നിയമപ്രകാരം സാക്ഷ്യപ്പെടുത്തിയ രേഖ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ ഇന്ത്യക്കാരനാകണമല്ലോ. അതിനുള്ള കൂടി സഹായകരമാകുന്ന ഒരു സമീപനമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമെന്ന മട്ടിൽ ഗവൺമെൻറ് കണ്ടിട്ടുള്ളത്.